സത്യം പറഞ്ഞാൽ നാട്ടിൽ ലീവിന് വരുമ്പോൾ പെരുന്നാൾ കിട്ടിയെങ്കിണ്ടല്ലോ ഞങ്ങൾക്ക് ഡബിൾ സന്തോഷമാണ്. ഞങ്ങളിന്ന് പെരുന്നാൾക്ക് രാജുവേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് പോകുന്നത്. അവർ പുതിയ വീട് വെച്ചു. പുരകുടിക്ക് ഞങ്ങൾക്ക് പോകാൻ കഴിയാത്തതുകൊണ്ട് ഒരു ചെറിയ ഗിഫ്റ്റും മേടിച്ചിട്ടാണ് പോയത്. ഇതാണ് രാജുവേട്ടൻ്റെ ഫ്രണ്ട് ഹംസ. ഇവർ സ്കൂൾ ഫ്രണ്ട്സാണ്. സ്കൂളിൽ മാത്രമല്ല പിന്നെ ക്രിക്കറ്റ് കളിക്കാനും എല്ലാത്തിനും ഇവരൊരേ കൂട്ടാണ് കേട്ടോ. ഇതാണ് പെരുന്നാളിൻ്റെ അപ്പം. ഞാനിത് കാസർഗോഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതിലിപ്പം കൊട്ടയപ്പം, ബാട്ടത്തിൽ, പൊരിയുണ്ട, കടലാച്ചിത്, ഈത്തപ്പയം കാച്ചിത് അങ്ങനെ കുറേ ഐറ്റംസ് ഇവർ പെരുന്നാൾ 2-3 ദിവസം മുന്നേ ഉണ്ടാക്കാൻ സ്റ്റാർട്ടാവും. എന്നിട്ട് ഇത് പെരുന്നാളിൻ്റെ അന്ന് അടുത്തടുത്തുള്ള വീട്ടിലെല്ലാം കൊണ്ട് കൊടുക്കും. പിന്നെ ഗസ്റ്റ് വരുമ്പം തരും. അങ്ങനെ ഇവർക്ക് ഭയങ്കര സ്പെഷ്യലാണ് ഈ പെരുന്നാളിൻ്റെ അപ്പം എന്ന് പറയുന്നത്. ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് സ്കൂളിലും കോളേജിലെല്ലാം പഠിക്കുമ്പോഴല്ല ഫ്രണ്ട്സ് പെരുന്നാൾ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ക്ലാസ്സിൽ വരുമ്പം ഈ പെരുന്നാളിൻ്റെ അപ്പം എല്ലാം ഒരു കവറിലാക്കിയിട്ട് കൊണ്ടുവരും. എന്നിട്ട് എല്ലാവർക്കും തരും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണത്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും ഞങ്ങളെല്ലാം. ലാസ്റ്റ് ഞങ്ങളെ മെയിൻ ഐറ്റമായ ബിരിയാണി വന്ന് അടിപൊളി ബിരിയാണി ആയിരുന്നു. കുറേ കാലമായി ഒരു നല്ല നമ്മുടെ ഒരു കാസർഗോഡൻ ബിരിയാണി കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. സത്യം പറഞ്ഞാലുണ്ടല്ലോ മൂക്കോളം തിന്നിട്ടാണ് നടന്ന് ഇറങ്ങിയത്. വയറ് പൊട്ടാനായി.